തെരഞ്ഞെടുപ്പ് സമയത്തെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയെയും CPM-നെയും പ്രതിരോധത്തിലാക്കുകയാണ്. ദേശീയതലത്തിലെ ചുവട് പിടിച്ച രാഷ്ട്രീയ പകപോക്കലാണ് CPM എന്ന് വാദിക്കുമ്പോൾ BJP CPM കൂട്ടുകെട്ടുള്ളതിനാൽ ED മുഖ്യമന്ത്രിയെ തൊടില്ല എന്ന പ്രചരണായുധത്തിന് മൂർച്ച കൂട്ടുകയാണ് പ്രതിപക്ഷം. BJP ആകട്ടെ CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ അടിക്കാൻ ED അന്വേഷണത്തെ ഉയർത്തിക്കാട്ടുന്നു. CA-യിൽ നിന്നും ED-യിലേക്ക് സംസ്ഥാനത്തെ പ്രചരണ രാഷ്ട്രീയം വഴിമാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അരവിന്ദ് കെജ്രിവാളിന്റെ ED അറസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ സംസ്ഥാനത്തും EDയുടെ ഭീഷണി നിഴലിച്ചിരുന്നു. എക്സാലോജിക്കും CMRL-ലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് സമയത്തായതിനാൽ മുഖ്യമന്ത്രിയും CPM-ഉം പ്രതിരോധത്തിലാണ്. പക്ഷേ ദേശീയതലത്തിലെ ED നടപടിയുടെ ചുവടുപിടിച്ച രാഷ്ട്രീയ പകപോക്കലെന്ന സ്ഥിരം വാദം ശക്തമായി പുറത്തെടുത്ത് പ്രതിരോധിക്കുകയാണ് CPM. രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. ആ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം. ആരാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം. ആരാ? കൂലിക്ക് പണിയെടുക്കുകയാണ്. അതാണ്, കൂലിപ്പണിയാണ്. വീണ വിജയൻ മാത്രമല്ല, കിഫ്ബിയുടെ മസാല ബോണ്ടിൽ മുൻമന്ത്രി തോമസ് ഐസക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻമന്ത്രി AC മൊയ്തീനും EDയുടെ അന്വേഷണത്തിന്റെ നിഴലിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അന്വേഷണം CPM-നെ വരിഞ്ഞു മുറുകുമോ എന്നാണ് നേതാക്കൾ ആശങ്കപ്പെടുന്നത്. എന്നാൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന വേളയിൽ മാസപ്പടിയിലെ ED അന്വേഷണം കോൺഗ്രസിനാകട്ടെ വൻ നേട്ടമാണ്. CPM BJP കൂട്ടുകെട്ട് ആരോപണത്തിലൂടെ ED കേരളത്തിൽ കാലുകുത്തില്ല എന്ന ആക്ഷേപമാണ് കോൺഗ്രസ് എപ്പോഴും ഉയർത്തിയിരുന്നത്. ഇപ്പോൾ അന്വേഷണം വന്നപ്പോഴും പ്രതിപക്ഷത്തിന്റെ ആയുധം അതുതന്നെയാണ്. വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി പ്രചരിപ്പിക്കുന്നു. ED തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റണ്ടാണ്, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഏജൻസി ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുത്തില്ലല്ലോ. കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനും കൊടുത്തിട്ടില്ല, മകൾക്കും കൊടുത്തിട്ടില്ല, രണ്ടുപേർക്കും കൊടുത്തിട്ടില്ല ഒരു നോട്ടീസ് പോലും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അല്ലാത്ത കമ്പനിക്കും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരിലെത്തില്ല, ഒരു അന്വേഷണം ഇവരിലെത്തില്ല. കാരണം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാർ ഡൽഹിയിലുണ്ട്. CPM BJP ബാന്ധവം ഉയർത്തിയ കോൺഗ്രസിനുള്ള മറുപടിയായാണ് ED അന്വേഷണത്തെ BJP ഉയർത്തിക്കാട്ടുന്നത്. മാസപ്പടിയിലൂടെ കിട്ടിയ പണം എന്തു ചെയ്തുവെന്ന് CPM വെളിപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ആദ്യം ഗോവിന്ദമാഷ് പറയേണ്ടത് ഈ പണം എന്ത് സേവനത്തിൻ്റെ പേരിലാണ് കൈപ്പറ്റിയത് എന്നെങ്കിലും പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടക്കണം. അതേസമയം പൗരത്വ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പിൽ സജീവമാക്കാൻ ഭരണപ്രതിപക്ഷം മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ വരെ കണ്ടതെങ്കിൽ ഇനി അങ്ങോട്ട് ED അന്വേഷണമാകും പ്രചാരണ രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.